അങ്ങനെ ഞാനൊരു ട്രൈപോഡ് വാങ്ങി. എന്താ ഇപ്പോൾ പെട്ടെന്നൊരു ട്രൈപോഡ് വാങ്ങാന്നല്ലേ? എനിക്ക് ഈ കാണുന്നതൊക്കെ വീഡിയോ എടുത്ത് നടക്കാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ എന്നെ ആരും വീഡിയോ എടുത്ത് തരും? എൻ്റെ കെട്ടിയവനാണ് അതിനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ പിന്നെ എന്നെ തന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ വാങ്ങിച്ച സാധനമാണ് ഈ ട്രൈപോഡ്. ഞാനുള്ള സ്ഥലത്ത് എന്ന് വെച്ചാൽ റുവാണ്ടയിൽ ഈ ഓൺലൈൻ ഡെലിവറി ആമസോൺ ഫ്ലിപ്കാർട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് വാങ്ങിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരാളുടെ അഡ്രസ്സിലേക്ക് ഓർഡർ ചെയ്യാന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. ഫ്ലിപ്കാർട്ട് നോക്കിയപ്പം ഏറ്റവും കൂടുതൽ സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒന്ന് നോക്കി അങ്ങ് ഓർഡർ ചെയ്ത്. അപ്പോൾ അതെന്തുകൊണ്ട് ഈ സ്റ്റാർ റേറ്റിംഗ് വന്നു ഈ കാർഡ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഈ കാർഡിൽ എന്താണെന്ന് വെച്ചാൽ അതൊരു 30 rupees ക്യാഷ് ബാക്ക് ഓഫറാണ്. ഈ ട്രൈപോഡിനെ പറ്റി നല്ലത് പറയുകയും 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് ഇവർക്ക് നമ്മൾ വാട്സപ്പ് ചെയ്ത് കൊടുത്താൽ അവർ നമുക്ക് 30 rupees ക്യാഷ് ബാക്ക് തരുമെന്നാണ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സാധനത്തിന് ഇത്രയും 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിൽ. 5 സ്റ്റാർ റേറ്റിംഗ് കാട്ടി ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് വാങ്ങിപ്പിക്കാനുള്ള ഓരോ ഉടായ്പിൻ്റെ വഴികൾ. അല്ലാണ്ട് എന്താ. ഇനി ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ സാധനം എങ്ങനെ സെറ്റപ്പ് ചെയ്യാന്നുള്ളതിനെ പറ്റി എനിക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ ഇത് പൊട്ടിച്ച ഉടനെ തന്നെ എനിക്കാകെ കൺഫ്യൂഷനായി. ഇത് ഇത്രയും ഹൈറ്റ് ഉണ്ടാവില്ലേ, പറഞ്ഞതൊക്കെ കളത്തരായിരിക്കുമോ? അപ്പോൾ ഞാനും നേരെ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്തിട്ടാണ് ഇതെങ്ങനെ സെറ്റപ്പ് ചെയ്യാന്നുള്ളതിനെ പറ്റി കണ്ടുപിടിച്ചത്. പക്ഷേ അതെന്നെ നല്ലോണം പറഞ്ഞിരുന്ന വീഡിയോസൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. സാധനം 450 രൂപയ്ക്ക് വർത്തായിരുന്നു. സംഭവം നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. 66 ഇഞ്ചാണ് അവർ അതിനകത്ത് പറയുന്നത്. അത്ര തന്നെ ഉണ്ടായിരുന്നു. ഫോൺ അതിൻ്റെ അകത്ത് ഇളകി വീണ് പോകുന്നില്ല, നല്ല ടൈറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ലൂസ് ചെയ്യാൻ, ടൈറ്റ് ചെയ്യാം. പിന്നെ ഒരു വയർലെസ് ബ്ലൂടൂത്ത് റിമോട്ടും ഉണ്ടായിരുന്നു. ഒരേ ഒരു പ്രശ്നം തോന്നിയത് ഹൈറ്റ് കൂട്ടുമ്പം ഇതിങ്ങനെ ഈ സ്റ്റാൻഡ് ഇതുപോലെ ഇളകും, ഒരു ഉറപ്പില്ലാത്ത പോലെ. അത്രേ ഉണ്ടായിരുന്നു. ഓക്കെ, ബൈ.